ഖാലിസ്ഥാൻ ഭീകരർ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു. ഖാലിസ്ഥാൻ ഭീകരൻ അമൃത്പാൽ സിംഗ് ആണ് ഇതിന് പിന്നിലെന്നും ബിട്ടു പറഞ്ഞു. അമൃത്പാൽ സിംഗിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതിന് പ്രതികാരം ചെയ്യണമെന്ന തരത്തിൽ വാട്സാപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നു, തനിക്ക് വധഭീഷണിയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദേ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അമൃതപാൽ സിംഗിൻ്റെ ഈ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഇയാളെ ജയിലിൽ അടച്ചിരിക്കുന്നത് അത് 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ പഞ്ചാബ് സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചാബ് സർക്കാർ ഇത്തരമൊരു തീരുമാനം മുന്നോട്ട് വെച്ചത്. ഇത് തുടർന്ന് പഞ്ചാബിലെ ഖാലിസ്ഥാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു, ഇദ്ദേഹം കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ്, മാത്രമല്ല പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. ഇദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വധിക്കണം എന്ന രീതിയിലുള്ള ചില പ്രചരണം ഈ ഖാലിസ്ഥാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വളരെ സജീവമായി നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ഈ രവനീത് സിംഗ് ബിട്ടു എന്ന കേന്ദ്ര റെയിൽവേ സഹമന്ത്രി കൂടിയായ പഞ്ചാബിൽ നിന്നുള്ള മന്ത്രി, ഇദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. തന്നെ വധിക്കാൻ ഇതിന് മുൻപ് തന്നെ ഗൂഢാലോചന ഖാലിസ്ഥാൻ ഗ്രൂപ്പുകൾ തുടങ്ങിയെന്നാണ് ഇദ്ദേഹം എക്സിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബിട്ടു വന്നത്. അതിനുശേഷമാണ് തനിക്ക് നേരെ ഈ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഖാലിസ്ഥാൻ ഗ്രൂപ്പുകൾ സജീവമായി നടത്തുന്നത് എന്നതാണ് ബിട്ടുവിൻ്റെ ആരോപണം. അമൃതപാൽ സിംഗ് 2023 ജയിലിലാകുന്നത്. നമുക്കറിയാം, ഇദ്ദേഹം വാരിസ് പഞ്ചാബ് ദേ എന്ന തീവ്ര ഖാലിസ്ഥാൻ ഗ്രൂപ്പിൻ്റെ നേതാവായി രംഗപ്രവേശനം ചെയ്യുകയും അതിനുശേഷം ഗുരുദ്വാരകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുകയും ശിവസേനയുടെ നേതാവിനെ വധിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പഞ്ചാബിലാകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇയാൾ വലിയ തോതിലുള്ള ശ്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുമായി ഇയാൾക്കുള്ള ബന്ധം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പുറത്തു വന്നതോടുകൂടി 2023 ഏപ്രിൽ മാസത്തിലാണ് ഈ അമൃതപാൽ സിംഗിനെ കേന്ദ്ര സർക്കാർ ജയിലിലടയ്ക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഇയാളെ അസ്സാമിലെ ദിബ്രുഗഡിലെ ജയിലിലേക്ക് അടയ്ക്കുകയായിരുന്നു. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ കടൂർ സാഹിബിൽ നിന്നും ഇയാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി. അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്കായി 4 ദിവസത്തെ പരോൾ നൽകിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇയാൾ പുറത്തിറങ്ങുന്നത് വലിയ അപകടമാണ് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഖാലിസ്ഥാനിലെ ഗ്രൂപ്പുകളാണ് ഈ കേന്ദ്രമന്ത്രിമാരെ വധിക്കണമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വാട്സപ്പിൽ നടത്തിയത്. വിനോദ്, ഖാലിസ്ഥാൻ ഭീകരർ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു. ഖാലിസ്ഥാൻ ഭീകരൻ അമൃത്പാൽ സിംഗ് ആണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.